ഹായ് വെൽക്കം ബാക്ക് ടു ബേക്സ് ആൻഡ് കറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും പലരും പറയാറുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവാറില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 2-2.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം കുതിർത്ത് വെക്കണം. ഇത് മിനിമം ഒരു 4-5 മണിക്കൂർ എന്തായാലും നമ്മൾ കുതിരാൻ വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അരി നന്നായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ സമയം നമ്മളിങ്ങനെ അരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്സി ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പോൾ അതിനനുസരിച്ച് മാവും ചൂടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അപ്പം ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിരാൻ വെച്ചിട്ട് അരയ്ക്കുക കേട്ടോ നല്ലത്. ഈ 250 ml കപ്പിലാണ് ഞാൻ അരിയും വെള്ളമൊക്കെ എടുത്തത്. ഇപ്പോൾ നമ്മുടെ അരി കുതിരാൻ വെച്ചിട്ട് 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ചേർക്കാൻ പോവാണ്. തേങ്ങ 1 കപ്പാണ് ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് ചോറും കൂടി ചേർക്കാം. ചോറ് മട്ടരിയുടെ ചോറാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അരയ്ക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തിക്കി അരയ്ക്കുന്നേക്കാളും നല്ലത് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുന്നതാണ് കേട്ടോ. നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഇല്ലായിരുന്നു, അതിൻ്റെ അകത്തുനിന്ന് പകുതിയും കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് പാർട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് തരിതരിപ്പുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും അരിയും കൂടെ ചേർത്തിട്ട് അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് കപ്പി കാച്ചി ചേർക്കണം. കപ്പി കാച്ചുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മിക്സിയുടെ ജാറ് കഴുകി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്ന് 1 സ്പൂൺ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും. അതുപോലെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറിയ രീതിയിൽ തിക്കാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ. എന്നിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കാണിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണല്ലോ എന്നൊക്കെ. പക്ഷേ കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചത്. ഇതിൻ്റെ ചൂട് മാറിയിട്ട് വേണം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈസ്റ്റിൻ്റെയും പഞ്ചസാരയുടെയും ഒരു മിക്സ് റെഡിയാക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഇതില്ലാത്തവർ നോർമലായിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെട്ടെന്ന് നമ്മുടെ മാവ് പൊങ്ങി വരികയൊക്കെ ചെയ്യും ഇത് ചേർക്കുന്നതുകൊണ്ട്. മറ്റേതാകുമ്പോൾ അല്പസമയം കൂടുതൽ എടുക്കുന്നുള്ളൂ, അല്ലാതെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു ബൗളിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ മാവിലേക്ക് ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കപ്പി ചേർക്കുന്നതിന് മുമ്പ് അത് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ എന്തെങ്കിലും കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു കിട്ടിക്കോളും. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, ചുടുന്ന സമയത്താട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഇതിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ മാവ് നമ്മൾ കുഴച്ച് വെക്കുന്ന സമയത്ത് സ്പൂൺ ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നല്ലത്. ഇപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പാകം. ഇതിൽ കൂടുതൽ വെള്ളമാവല്ലേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് 2 മണിക്കൂർ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ മാവ് ഞാൻ അരച്ചിട്ട് കുഴച്ച് വെച്ചത് 2 മണിയായപ്പോഴായിരുന്നു. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇപ്പോൾ മാവ് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചുടുന്നതെങ്കിൽ അപ്പം ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്താൽ കിട്ടും. കണ്ടോ നമ്മുടെ അപ്പം ഇപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം രാവിലെ അപ്പം ചുടാൻ വേണ്ടിയിട്ടാണെങ്കിൽ വൈകിട്ട് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അരച്ച് വെക്കണം. എന്നിട്ട് അരച്ച് വെക്കുമ്പോൾ കപ്പി കാച്ചിയതിൻ്റെ കൂടത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ മാവിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈസ്റ്റിൻ്റെ പാർട്ട് മാത്രം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഈസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊങ്ങി വരുമ്പോൾ മാവിലേക്ക് എടുത്ത് കുഴച്ച് വെച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ രാവിലെ തന്നെ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രാത്രിയിൽ ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്താലുണ്ടല്ലോ രാവിലെ ആകുമ്പോഴേക്കും മാവ് ഒരുപാട് പുളിച്ചു പോവും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ മിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് അപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്